ഡിയേഴ്സ്, ഒരു 2 മാസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന മാങ്ങാച്ചാറ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു 4 മാങ്ങ തൊലി ചെത്തി മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വെളുത്തുള്ളിയും പച്ചമുളകുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് മാങ്ങയുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് കായപ്പൊടി കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനാഗിരിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കൈ കൊണ്ട് ഇളക്കരുത്, കാരണം അച്ചാർ കേട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മളൊരു ചട്ടിയിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കടുക് പൊട്ടിച്ചതിന് ശേഷം ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉലുവ കൂടെ ചേർത്ത് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതിനകത്തോട്ടിട്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ടതിന് ശേഷം കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയത് ശേഷം ആ അച്ചാറിനകത്തോട്ട് നമുക്ക് ആ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അച്ചാർ ഒരു 2 മാസം വരെ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പുറത്ത് വെച്ചാലും ദിവസങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.